രണ്ട് ആറ്റം ബോംബ് വീണെടുത്തുനിന്ന് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ സൂപ്പർ പവറായി എന്നുള്ളതല്ല നമ്മുടെ ഈ വീഡിയോ. ഫുട്ബോളിൽ ജപ്പാൻ എങ്ങനെ ഏഷ്യയിലെ ഒരു വലിയ സൂപ്പർ പവറായി മാറി ഇപ്പോൾ ലോകകപ്പിൽ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളെ വിറപ്പിക്കുന്ന ലെവലിലേക്ക് അവരെത്തി എന്നുള്ളതാണ്. ഞാൻ രണ്ട് മൂന്ന് വാക്കുകൾ പറയാം. ആ വാക്കുകളൊക്കെ ഇനി ഈ വീഡിയോയിൽ പല സ്ഥലത്ത് വരും. ക്യാപ്റ്റൻ സുബാസു, ബ്ലൂ ലോക്ക്, സമറായ് ബ്ലൂ. ഇതെല്ലാം ജപ്പാന്റെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഇന്ന് കാണുന്ന ജാപ്പനീസ് ടീമിലേക്കുള്ള അവരുടെ സ്ട്രാറ്റജിയിൽപ്പെട്ട കുറെ കാര്യങ്ങളാണ്. എനിവേ, സ്പോർട്സിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട് മലയാളത്തിൽ, കതിരിൽ വളം വെക്കരുതെന്ന് പറയും. ഗ്രാസ് റൂട്ട് ലെവലിൽ മാറ്റങ്ങൾ തുടങ്ങണം, എന്നാലേ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴെങ്കിലും കാണാൻ പറ്റൂ എന്നുള്ളത്. പക്ഷെ ഈ ഒരു ചിന്ത വരാൻ, അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി ഞങ്ങളും കുറച്ച് അപ്ഗ്രേഡഡ് ആവണം എന്നുള്ള ചിന്ത ഒരു പക്ഷേ ജപ്പാന് വരാൻ കാരണം സാധ്യത ഉണ്ടാകുന്നത് 1990 ഇറാഖുമായിട്ട് നടന്ന ഒരു ലോകകപ്പ് ക്വാളിഫയർ മത്സരത്തിൽ നിന്നായിരിക്കും. അന്ന് 2-1 ജപ്പാൻ ജയിച്ചു നിൽക്കുകയാണ്. ആ സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ക്വാളിഫൈ ചെയ്യാം. പക്ഷേ കളി അവസാനിക്കാൻ 90 സെക്കൻഡ് മാത്രമുള്ള സമയത്ത് ഇറാഖ് ഒരു ഇക്വലൈസർ ഗോൾ അടിക്കുന്നു. അങ്ങനെ 2-2 എന്ന് പറയുന്ന സ്കോർ വരുന്നു. ജപ്പാൻ ലോകകപ്പിന് ക്വാളിഫൈഡ് ആകാതെ പുറത്താകുന്നു. എല്ലാ ഹീറോയുടെയും ലൈഫിലെ, അല്ലെങ്കിൽ എല്ലാ വലിയ സംഭവങ്ങളുടെയും തുടക്കത്തിൽ ഉണ്ടാകുന്ന സെറ്റ് ബാക്ക് മൊമെന്റ്. ആൻഡ് ഇനിയാണ് നമ്മുടെ ഈ കഥയിലെ മെയിൻ ഹീറോ വരുന്നത്, ഹൈമെ മോറിയാസു. അന്ന് 1990 ആ സമനില വഴങ്ങി ക്വാളിഫൈഡ് ആവാതെ പോയ ടീമിലെ ഒരു പ്ലെയർ ആയിരുന്നു. 25-26 വയസ്സുള്ള ഒരു പ്ലെയർ ആയിരുന്നു അന്നത്തെ ഹൈമെ മോറിയാസു. അതേ ഹൈമെ മോറിയാസു ആണ് ഇന്ന് ചില സമയത്തെങ്കിലും നമ്മളൊരു പേപ്പറും പെൻസിലും പിടിച്ചിട്ട് ജപ്പാന്റെ സൈഡിൽ നിൽക്കുന്ന കാണുന്നത്. അതെ, ജാപ്പനീസ് ടീമിന്റെ മാനേജർ ഹൈമെ മോറിയാസുവിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എങ്ങനെ അദ്ദേഹവും ഇന്ന് കാണുന്ന ജപ്പാനീസ് ഫുട്ബോൾ ടീമും വളർന്നു എന്ന് ചോദിക്കുന്നതിന് മുൻപ് അവരുടെ സ്ട്രാറ്റജീസ് എന്തായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അന്നത്തെ ആ പരാജയത്തിന് ശേഷം ജപ്പാൻ ഒരു പദ്ധതി ഉണ്ടാക്കി. ബൈ 2050 ജപ്പാൻ ഫുട്ബോളിൽ ഒരു വലിയ പവറായി മാറും, പറ്റിയാൽ ലോകകപ്പും എടുക്കും എന്നുള്ളത്. പക്ഷേ അതിന് നമ്മൾ ഒരുപാട് സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യണം. അവരുടെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്, ജപ്പാനിൽ അന്ന് ഫുട്ബോൾ നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ പോലെ തന്നെയായിരുന്നു. അതായത് കാലിയായിട്ടുള്ള ഗാലറി. സുമോ ഗുസ്തിയും ബേസ്ബോളും ആയിരുന്നു ജപ്പാനിലെ ഏറ്റവും സ്പോർട്സിൽ പ്രചാരമുള്ള ഐറ്റംസ്. അതിനൊക്കെ ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്, അത് കാണാൻ ഒരുപാട് ആളുകൾ വരും. ഫുട്ബോൾ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ മമതയൊന്നുമില്ല. അവിടെയാണ് സോഫ്റ്റ് പവർ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. ഇപ്പൊ നമുക്കറിയാം, മാർവൽ മൂവീസും അല്ലെങ്കിൽ പല സിനിമകളും അമേരിക്കയുടെ സോഫ്റ്റ് പവർ എക്സിക്യൂട്ട് ചെയ്യാനാണെന്ന് പറയുന്നു. അതല്ലെങ്കിൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള ചില സിനിമകളെ കുറിച്ച്. ഇപ്പൊ ഈ ഫിഫ ലോകകപ്പ് തന്നെ വരുന്ന സമയത്ത്, ലോകകപ്പും ഒളിമ്പിക്സും തുടങ്ങുന്നതിന് മുമ്പ് പണ്ടിറങ്ങിയ സിൽവർസ്റ്റർ സ്റ്റാലിന്റെ റോക്കി എന്ന് പറയുന്ന സിനിമ താരങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി അവരെ കാണിക്കും എന്ന് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. പക്ഷെ റോക്കി സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അത് ഓഫ് കോഴ്സ് ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ തരുന്ന ഒരു പടമാണ്. റോക്കിയുടെ പല ഭാഗങ്ങളുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ക്യാപ്റ്റൻ സുബാസു. അത് ശരിക്കുള്ള ഒരാളല്ല, ജാപ്പനീസ് അനിമെ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസ്ബോളിനും അല്ലെങ്കിൽ സുമോ ഗുസ്തിക്കും മാത്രം ഫാൻ ബേസ് ഉള്ള ഒരു രാജ്യത്ത് ജപ്പാനിന് ഫുട്ബോളിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കണമെങ്കിൽ ഫുട്ബോളിന്റെ കഥ പറയുന്ന ഒരു അനിമെ ആവശ്യമായിരുന്നു. സിനിമ ഇന്നിപ്പോ നമ്മുടെ നാട്ടിലെ സോഫ്റ്റ് പവർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നോ അതുപോലെ ക്യാപ്റ്റൻ സുബാസു എന്ന് പറയുന്ന ഒരു അനിമെ ക്യാരക്ടറിനെ ജപ്പാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. ആ അനിമെ ക്യാരക്ടറിന്റെ ഗോള് തന്നെ ജപ്പാന് വേണ്ടി ലോകകപ്പ് കളിക്കുക, നേടുക എന്നൊക്കെ ഉള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും കാർട്ടൂണുകൾ ഏറ്റവും കൂടുതൽ കാണുന്നവരാ. അനിമെ പല പ്രായത്തിലുള്ള ആളുകൾ കാണും, ഞാൻ തർക്കിക്കുന്നൊന്നുമില്ല. പക്ഷെ കാർട്ടൂണുകൾ ഏറ്റവും കൂടുതൽ കാണുന്നതും കാർട്ടൂണുകളാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നതും കുട്ടികളാണ്. ആൻഡ് അത് തന്നെയായിരുന്നു ജപ്പാൻ ഈ കാര്യത്തിൽ വേണ്ടതും. അടുത്തൊരു ജനറേഷൻ ഫുട്ബോൾ എന്താണെന്ന് അറിയണം, അതിലേക്ക് അട്രാക്റ്റഡ് ആവണം. അങ്ങനെ ആ ജനറേഷൻ, ക്യാപ്റ്റൻ സുബാസു കണ്ടു വളർന്ന ഒരു ജനറേഷൻ പതിയെ വളർന്നു വരാൻ തുടങ്ങി. ഫുട്ബോളിന് ഫാൻ ബേസും ഇൻട്രസ്റ്റും ഉണ്ടാവാൻ തുടങ്ങി. പക്ഷെ ഫാൻ ബേസും ഇൻട്രസ്റ്റും മാത്രം ഉള്ളതുകൊണ്ട് കാര്യമുണ്ടോ? നമുക്ക് വേറെ സ്ട്രാറ്റജിക്കലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടി വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താണ്? ഇന്ത്യയിൽ ISL തുടങ്ങി, അതുപോലെ ജപ്പാനും തുടങ്ങി ജെ ലീഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ജെ ലീഗിന് താഴെ ഏകദേശം 100ഓളം ക്ലബ്ബുകൾ ജപ്പാനിൽ ഉണ്ടായി വന്നു. ഈ 100ഓളം ക്ലബ്ബുകളിലേക്കും ഈ പറഞ്ഞ ക്യാപ്റ്റൻ സുബാസുവിന്റെ പോപ്പുലാരിറ്റിയും നമ്മുടെ ഹീറോ ഹൈമെ മൊറിയാസുവിന്റെ ഹാർഡ് വർക്കും കാരണം ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ചെറുപ്പക്കാരും കുട്ടികളുമായിട്ടുള്ള, അതായത് ഫ്യൂച്ചർ ജനറേഷന്റെ ആളുകൾ, വക്താക്കളായിട്ടുള്ള ആളുകൾ ഫുട്ബോൾ കളിയിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഈ ജെ ലീഗിലേക്ക് 100 ക്ലബ്ബ് തുടങ്ങിയത് കൂടാതെ അവരൊരു ഡേറ്റാ ബേസ് ഉണ്ടാക്കി. JFA പാസ്പോർട്ട് എന്നാണ് അതിന്റെ പേര്. ആ ഡേറ്റാബേസിൽ അവർ ഓരോ പ്ലെയറിന്റെയും ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യും. എത്ര വയസ്സുണ്ട്, ഏതാണ് ഇദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ, ഇദ്ദേഹത്തിന് പരിക്കുകളുണ്ടോ, ഇദ്ദേഹത്തിന്റെ വീക്ക്നെസ് എന്താണ്, സ്ട്രോങ് സോൺ എന്താണ്, അങ്ങനെ ഓരോ
ഡാറ്റയും സ്റ്റോർ ചെയ്യുന്ന ഒരു വലിയ ഡേറ്റാബേസ് ഉണ്ടാക്കി. അപ്പൊ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ എസ്റ്റാബ്ലിഷ് ആയി. ഒന്ന്, ക്യാപ്റ്റൻ സുബാസു വഴി ഇവർക്ക് ഫുട്ബോളിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജനറേഷൻ ഉണ്ടായി വന്നു. 2, ജെ ലീഗ് തുടങ്ങി ആ ഫുട്ബോളിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായ ജനറേഷന് കളിക്കളത്തിലേക്ക് എത്താൻ ജപ്പാൻ അവസരം കൊടുത്തു. 3, JFA പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. ആപ്പല്ല, ഒരു ഡാറ്റാബേസ് ഡെവലപ്പ് ചെയ്തു. ആ ഡാറ്റാബേസിലൂടെ ഓരോ കളിക്കാരന്റെയും പൊട്ടൻഷ്യൽ എന്താണ് എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ അവർക്ക് സാധിക്കാൻ തുടങ്ങി. സോ ഇതെല്ലാം ഗ്രാസ് റൂട്ട് ലെവലിൽ കറക്റ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്ന കാര്യങ്ങളാണ്. അതെല്ലാം കറക്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ വേറൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിലേക്ക് പോകും മുമ്പ് ഈ 1990 ഇറാഖിനോട് മേടിച്ച സമനില പോലെ ജപ്പാന് നേരിടേണ്ടി വരുന്ന വേറൊരു വലിയ തിരിച്ചടി 2018 ബെൽജിയവുമായിട്ട് ജപ്പാൻ ഒരു മാച്ച് കളിച്ചു. 2-0 ജപ്പാൻ ജയിച്ചു നിന്ന മത്സരം പിന്നീട് 1 ഗോള് ബെൽജിയം അടിച്ചു, 2 ഗോള് ബെൽജിയം അടിച്ചു. സമനിലയിലെങ്കിലും കഴിയുമെന്ന് വിചാരിച്ചപ്പം കളി അവസാനിക്കാൻ 14 സെക്കൻഡ് ബാക്കിയുള്ള സമയത്ത് ബെൽജിയം 3ാമത്തെ ഗോൾ അടിച്ചു. 2-0 ജയിച്ചിരുന്ന കളി 3-2 തോറ്റു. ആ 14 സെക്കൻഡ് ജപ്പാൻ അനലൈസ് ചെയ്യാൻ തുടങ്ങി. കാരണം ജപ്പാന്റെ കൾച്ചറലി ഭയങ്കര ഹാർമോണിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. പക്ഷെ ചില സമയത്ത് ഹാർമോണി വിട്ട് ഒരാൾക്ക് ബോൾ പാസ് ചെയ്ത്, ഇപ്പൊ മെസ്സിക്ക് ബോൾ പാസ് ചെയ്യും എന്ന് പറയുന്ന പോലെ അങ്ങനെ പാസ് ചെയ്ത് ഗോൾ അടിക്കേണ്ട ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ ഓരോ പ്രശ്നങ്ങളെയും സ്ട്രാറ്റജിക്കലി പഠിക്കണം. ഇപ്പോഴാണെങ്കിൽ പോലും ജപ്പാനീസ് ഫുട്ബോൾ റീലുകൾ കാണുന്ന ആളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അദ്ദേഹം ഈ പറഞ്ഞ ഹൈമെ മൊറിയാസു ഗ്രൗണ്ടിന്റെ സൈഡിൽ പെൻസിലും അല്ലെങ്കിൽ പേനയും പേപ്പറും ഒക്കെ ആയിട്ട് നിന്ന് ഒരു മാത്തമാറ്റീഷ്യനെ പോലെ പല കാര്യങ്ങളും നോട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വരുന്ന സമയത്ത് ജപ്പാന്റെ കണ്ണിൽ ഈ നേരത്തെ പറഞ്ഞ ജെ ലീഗ് വന്നു, JFA പാസ്പോർട്ട് വന്നു. വേറെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം എന്ന് പറയുന്നത് ജാപ്പനീസ് യങ്സ്റ്റേഴ്സ് താരതമ്യേന ഉയരം കുറഞ്ഞ ആളുകളാണ്. ഇപ്പോഴത്തെ ജപ്പാൻ ടീം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല. എസ്പെഷ്യലി ഞാനാണെങ്കിലും അവരുടെ ഗോളി സിയോൺ, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഞാൻ മറന്നുപോയി, സിയോൺ എന്ന് പേരുള്ള അവരുടെ ഗോളിയെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഇയാൾ ജപ്പാൻകാരനാണോ എന്നൊക്കെ വിചാരിച്ചു. അദ്ദേഹം ആഫ്രിക്കൻ അച്ഛനും ജാപ്പനീസ് അമ്മയ്ക്കും കൂടെ ന്യൂയോർക്കിൽ ജനിച്ച ഒരാളാണ്. പിന്നീട് അവർ കുടുംബത്തോടെ ജപ്പാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പൊ തന്റെ അമ്മയുടെ ജാപ്പനീസ് ഹെറിറ്റേജ് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. പുള്ളിക്കാരന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 190 സെന്റിമീറ്ററോളമാണ്. അത് കൂടാതെ അദ്ദേഹം ഗോളിയാണ്. ഗോളിമാര് സ്വാഭാവികമായിട്ടും നല്ല ഹൈറ്റ് ഉള്ളവരായിരിക്കും. ഇന്ന് ജപ്പാൻ ടീമിൽ കാണുന്ന പലർക്കും 180 സെന്റിമീറ്റർ, അതായത് നമ്മുടെ നാട്ടിൽ ഇതിൽ പറഞ്ഞാൽ 6 അടിക്കടുത്ത് ഉയരമുണ്ട്. ആ ഉയരത്തിലേക്ക് എത്താൻ ജപ്പാൻ സ്ട്രാറ്റജിക്കലി ഒരുപാട് ന്യൂട്രീഷൻ കമ്പനികളുമായിട്ട് കോൺടാക്ട് ചെയ്യും. അവരുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള അത്ലീറ്റ്സിന് ഈ പറഞ്ഞ അമിനോ ആസിഡുകളും ന്യൂട്രീഷൻ സപ്ലിമെന്റുകളും കൃത്യമായി കൊടുക്കുകയും അവരെ താരതമ്യേന 5 അടി ഉയരത്തിൽ നിൽക്കുന്ന ജപ്പാൻകാരിൽ നിന്നും 6 അടി ഉയരത്തിലേക്ക് എത്തുന്ന ജപ്പാൻകാരിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ വിഷയങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ സുബാസു എന്ന് പറയുന്ന അനിമെ വഴി ഫുട്ബോളിൽ ഒരു ജനറേഷൻ അവർ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാക്കി. ജെ ലീഗ് തുടങ്ങി, 100ഓളം ക്ലബ്ബുകൾ വന്നു, ഒരുപാട് പ്ലെയേഴ്സിന് അവസരം കിട്ടി. JFA പാസ്പോർട്ട് എന്ന് പറയുന്ന ഡാറ്റാബേസിൽ അതാത് പ്ലെയേഴ്സിന്റെ പൊട്ടൻഷ്യലും സ്ട്രോങ് സോണുകളെയും കുറിച്ച് വ്യക്തമായ ഓരോ പ്ലെയറിനെ കുറിച്ചും ഒരു അനാലിസിസ് ഡാറ്റ തയ്യാറാക്കി സൂക്ഷിച്ചു. ആ ജനറേഷനിലെ ആളുകൾക്ക് അമിനോ ആസിഡുകളും ന്യൂട്രീഷൻ സപ്ലിമെന്റുകളും ഒക്കെ കൊടുത്ത് ഉയരമുള്ള യൂറോപ്പിലേക്ക് മല്ലന്മാരായിട്ടുള്ള ആളുകളോട് ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ജനറേഷനെ അവർ ഉണ്ടാക്കിയെടുത്തു. ഇനി ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഏഷ്യൻ ടീമുകളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പൊ ഏഷ്യയിൽ നിന്ന് കളിക്കുന്ന ഏത് ടീമും ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, നമ്മളെല്ലാം യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും പ്ലെയേഴ്സിനെ ഫേസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഫിഫ ഒക്കെ വരുന്ന സമയത്താണ്. അപ്പൊ ആ സമയത്താണ് അവരുടെ ഹൈറ്റ് എന്താണ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരോട് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് കളിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് ഇപ്പൊ ജെ ലീഗ് ആണെങ്കിലും അവിടെ എല്ലാം കളിക്കുന്ന ജാപ്പനീസുകാരാണ്. ISL ആണെങ്കിലും ഭൂരിപക്ഷവും ഇന്ത്യക്കാർ തന്നെയാണ്. ഇറാനിലും അല്ലെങ്കിൽ അതായത് രാജ്യത്തെ ലീഗുകളിൽ അങ്ങനെ തന്നെയാണ്. 1-2 യൂറോപ്യൻസോ ആഫ്രിക്കൻസോ ഒക്കെ പേരിനുണ്ടെങ്കിൽ പോലും അധികവും അതായത് രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് അവിടെ കളിക്കുക. ഇതിന് അവരൊരു പരിഹാരം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2018 ഇവരെ തോൽപ്പിച്ച ഈ ഒരു കമ്പനിയുണ്ട്, ഒരു രാജ്യമുണ്ടല്ലോ ബെൽജിയം. ആ ബെൽജിയത്തിൽ തന്നെ ജപ്പാനിലെ കുറച്ച് ആളുകൾ ചേർന്ന ഒരു വലിയ ക്ലബ്ബ് മേടിച്ചു. ആൻഡ് ആ ക്ലബിലേക്ക് ജപ്പാനിൽ നിന്നും വളർന്നു വരുന്ന എലൈറ്റ് ആയിട്ടുള്ള അത്ലറ്റുകളെ, ഫുട്ബോളേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനീസ് ആയിട്ടുള്ള ആളുകളാണ്, പക്ഷെ അവർ കളിക്കുന്നത് ബെൽജിയത്തിലെ ഒരു ക്ലബിലാണ്. ദാറ്റ് മീൻസ് ബെൽജിയത്തിലെ മറ്റ് ക്ലബ്ബുകളുമായിട്ടാണ് അവർ ലീഗ് കളിക്കുക. അപ്പൊ അവർക്ക് ഒരു വർഷം മുഴുവനും യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ആളുകളുമായിട്ട് മുട്ടി ഉരുമി, അല്ലെങ്കിൽ ഈ ചില സമയത്ത് യൂറോപ്യൻ ഫുട്ബോൾ ഭയങ്കര മസ്കുലർ ആവും, ഇടിക്കളി എന്നൊക്കെ പറയും നമ്മുടെ നാടൻ ഭാഷയിൽ. ആ ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു ഫിഫ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഒളിമ്പിക് ഫുട്ബോൾ വരുന്ന സമയത്തോ മാത്രം യൂറോപ്പിലെ മല്ലന്മാരെ ഫേസ് ചെയ്യുന്ന ഒരു ജനറേഷൻ അല്ലാതെ
വർഷം മുഴുവൻ അവരെ ഡീൽ ചെയ്യുന്ന ആളുകളായിട്ട് ജാപ്പനീസ് ഫുട്ബോളേഴ്സ് മാറി. ആൻഡ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യൂറോപ്യൻ ക്ലബ്ബുകൾ, ഞാൻ ഈ പറഞ്ഞ ബെൽജിയത്തിലെ ക്ലബ്ബിലല്ലാതെ റിയൽ സോസിദാദിലും ലിവർപൂളിലും അടക്കം പല യൂറോപ്യൻ ക്ലബ്ബുകളിൽ ജാപ്പനീസ് ആയിട്ടുള്ള താരങ്ങൾ കളിക്കുന്നുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വർഷം മുഴുവൻ ഡീൽ ചെയ്യുന്ന യൂറോപ്യൻസുമായിട്ട് അവർ വീണ്ടും ഡീൽ ചെയ്യുന്നു. എന്ന് കരുതി ജപ്പാൻ ഈ ലോകകപ്പിലെ ഒരു കറുത്ത കുതിരയാവുന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ ജപ്പാന് പറ്റുന്നു ഈ പറഞ്ഞ ഓരോ സംഭവങ്ങൾ വഴി. ആൻഡ് ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ ജപ്പാൻ എക്സിക്യൂട്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇത് നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ ISL തുടങ്ങി ഇന്ത്യൻ ഫുട്ബോളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ISL കൊണ്ടുവരും എന്ന് വിശ്വസിച്ചു. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ISL ഫോളോ ചെയ്യുന്നവർക്കറിയാം, ചില മാച്ചുകളെല്ലാം കാലിയായ സ്റ്റേഡിയത്തിലാണ് നടക്കുക. ആളുകൾക്ക് പഴയ പോലെ ഇൻട്രസ്റ്റ് ഉണ്ടായി വന്നിട്ടില്ല. എന്നാൽ നേരത്തെ ഇവർ ക്യാപ്റ്റൻ ഇതിന്റെ ആനിമെ വന്നതുപോലെ തന്നെ ഇന്ത്യക്ക് അങ്ങനെ ഒരു സോഫ്റ്റ് പവർ ആയിട്ട് ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സീരീസോ ഒരു ബോളിവുഡ് സിനിമയോ ഒക്കെ കൊണ്ടുവന്ന് അതിനെ പ്രൊമോട്ട് ചെയ്തുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, പക്ഷെ നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ബട്ട് ഹോപ്പ്ഫുള്ളി ഇപ്പം 90-ലെ ഇറാഖുമായിട്ടുള്ള ആ തിരിച്ചടിയിൽ നിന്നും 30 വർഷം കൊണ്ട് ജപ്പാൻ ഇങ്ങനെ തിരിച്ചു വന്നതുപോലെ നമുക്കും ഹോപ്പ്ഫുള്ളി ഒരു നാൾ വരും, അല്ലെങ്കിൽ ഭയങ്കര ഒരു സൂപ്പർ ഫുട്ബോൾ പവറായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീം മാറുന്ന ഒരു സമയം വരും. അങ്ങനെ മാറാൻ നമുക്ക് പറ്റട്ടെ എന്ന വിഷയമാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ.